ഹായ് ഗായ്സ്. നമ്മൾ കുറച്ച് ജ്യൂസി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഗായ്സ് വന്നത്. എന്റെ പിള്ളാപ്പിള മുടിയൊക്കെ വെട്ടി കണ്ടോ, സൈഡൊക്കെ കാണിച്ചെടുക്ക് കണ്ടോ. ഓ ഇപ്പൊ കണ്ടത് അല്ലു അർജുന്റെ ലുക്കില്ലേ. അങ്ങനെ അല്ലെങ്കിലൊക്കെ അല്ലർജുൻ തന്നെ. അപ്പൊ നമ്മളെ ഇന്നത്തെ ഗെയിം എന്താ വെച്ചാൽ നമ്മള് കുറച്ച് അതായത് ജ്യൂസി ക്വസ്റ്റ്യൻസ് ചോദിക്കും. കുറച്ചൊരു എന്താ പറയാ അതന്നെ, പക്ഷെ എങ്കിൽ അത്രക്കും അങ്ങോട്ട് ജ്യൂസി അല്ല, ഒരു മീഡിയം ലെവൽ ജ്യൂസി. ഉറപ്പല്ലേ? നമുക്ക് ഫസ്റ്റ് തുടങ്ങാം ഗായ്സ്. അടുക്കളത്തെ ജീരകം ഇട്ടുവെച്ച കുപ്പിന്ന് അത് ഒഴിച്ച് കൊണ്ടുവന്നാണ് പൊട്ടിക്കാണ്ട് തിരിച്ചത് ചെയ്യണം. കലാപം നടത്തും. ആ പാല സായോ റെഡി തുറക്കുന്നു അസീസ്. എടുത്താലും അത് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രൈഡേ ഫെബ്രുവരി. വാട്ട് ഈസ് യുവർ ബിഗസ്റ്റ് ഫിയർ അബൌട്ട് അവർ റിലേഷൻഷിപ്പ്? അതായത് നമ്മുടെ റിലേഷനിൽ എനിക്ക് ആദ്യം ഉറക്കമായി ക്വസ്റ്റ്യൻ കാണിക്കണമല്ലോ. വാട്ട് ഈസ് യുവർ ബിഗസ്റ്റ് ഫിയർ അബൌട്ട് അവർ റിലേഷൻഷിപ്പ്? അതായത് റിലേഷൻഷിപ്പിൽ എനിക്ക് ഏറ്റവും പേടിയുള്ളത് എന്താണ്? എന്നാ അങ്ങനല്ല, ഇങ്ങനൊരു പേടിയാണ് എനിക്ക്. ചുമ്മാ ഗൈസ്, റിലേഷൻ ഫിയർ എനിക്ക് അവളെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം. ഞാൻ എടുത്തിരുന്നു നോക്കിയോളൂ. എങ്ങനെ ഞാൻ സാർ ഞാൻ ഇതിൽ വിന്നറായില്ലേ ഒരു പോയിന്റ്. എന്തൊരു സന്തോഷം, എനിക്ക് പോയിന്റ് എത്തിയില്ല. എനിക്ക് തരാൻ തോന്നില്ലല്ലോ, പോയിന്റ് തരാൻ തോന്നില്ലേക്ക്. കുറച്ച് റൊമാൻറ്റിക് ആയിരിക്കും. നമ്മളെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഫിയർ എന്താ? എനിക്ക് എന്നെ നഷ്ടപ്പെടും എന്നുള്ള ഫീൽ. Who is the better partner in this relationship? അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ഞങ്ങളുടെ റിലേഷനിൽ ഏറ്റവും അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ തിരിഞ്ഞേക്കൂലേ. അതായത് ഞങ്ങളുടെ റിലേഷനിൽ ഏറ്റവും കൂടുതൽ ആരെ ബെറ്റർ, ഞങ്ങൾ രണ്ടാളെ ആരെ ഏറ്റവും കൂടുതൽ ബെറ്റർ ഈ റിലേഷനിൽ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്, പിന്നെ ആരെ ഏറ്റവും ബെറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുരുജി മണിക്കൂട്ടി ഓടുന്നേ വേറെ പറഞ്ഞത് ഞാനല്ലേ എനിക്ക് ജീവനിൽ കൊതിണ്ട്. അല്ല ഞാൻ ചുമ്മാ എനിക്ക് കാര്യമായിട്ടും ജീവനിൽ കൊതിണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞേ. ഇത്ര സിമ്പിൾ സാധനം, ജ്യൂസി ക്വസ്റ്റ്യൻ. അതെനിക്ക് ഇത്ര ജ്യൂസി അവർ തന്നേയുള്ളൂ. ഓര് പറഞ്ഞ് ഫാമിലി ആയിട്ട് കണ്ടിരിക്കുന്ന അധികം ജ്യൂസി ആയി, പക്ഷെ വരുന്നുണ്ട്, കുറച്ചൊക്കെ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് ഏറ്റവും കൂടുതൽ ഡ്രാമാറ്റിക്? അത് ഒന്നും ചോദിക്കാനില്ല, ഒന്നും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. ഇതിൽ ഞാൻ എക്സ്പ്രഷൻ ഒന്നും ഇല്ല, സത്യസന്ധമായി എല്ലാം ഇങ്ങനെ ഞാൻ എന്തെങ്കിലും കൊണ്ടാ ഡ്രാമ കളിക്കല്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താന്ന് എന്റെ ഇപ്പൊ ഞങ്ങളെ കല്യാണം ഒരു മാസമായിട്ടുള്ളൂ. പെട്ടെന്ന് അടിച്ച് പിരിയാൻ മതി. എങ്ങനെ ഞാൻ എന്താ ഡ്രാമ കളിക്കല്? ഒരു ചോദിക്കും നാടകമാണെന്ന്. അങ്ങനൊന്നുമില്ല, ഈ ചുമ്മാ സീരിയലൊക്കെ കാണുന്ന പോലെ ചില ഇതുണ്ടാവില്ല, നായിക നടന്മാര് നായികയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ചുമ്മാ കാര്യമുണ്ട്, അതല്ലോ അങ്ങനത്തെ പോലെ ഇടക്കിടക്ക് ചുമ്മാ. കൊല്ലത്തിൽ 2 വട്ടം, മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോൾ. അല്ല കരീനല്ലുള്ളൂ, വേറൊന്നും ഇല്ലല്ലോ ഡ്രാമാറ്റിക്. അതിനല്ലേ ഞാനും പറഞ്ഞത്. എല്ലാം ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ടോപ്പ് അപ്പൊ ഞാനാണ് അതിന്റെ അർത്ഥം. സൈലന്റ് ആണ് എടുത്തോ. എനിക്ക് ChatGPT തന്നാ ഇതൊക്കെ.
ഓൻ തന്നാ ഞാൻ സ്വന്തമായിട്ട് ഒന്നും ഓനെനിക്ക് വലിയ കാര്യം വിശാന്റെ എന്ത് സംശയം ഉണ്ട് ഞാൻ അവനെ ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ അതെ മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് തിങ് അബൌട്ട് ഇവളെ കുറിച്ചുള്ള ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള പരിപാടി അത് ഞാൻ പറഞ്ഞിരിക്കണേ ക്യൂന്നല്ലേണോ തിരക്കിട്ട് എവിടെങ്കിലും പോവാൻ നേരത്തെ എനിക്ക് മാത്രമല്ല ലക്കും ഉണ്ട് ഈ ക്വസ്റ്റ്യൻ ഒക്കെ തിരിച്ചും ചോദിക്കും. ആണോ എന്നാ ഞാൻ പറയുമ്പോ എന്റെ കൂടെ പറഞ്ഞോണെങ്കിൽ ഇനി ആദ്യം പറ. ഇതന്നെ എനിക്ക് അതാണ് അതായത് ഞാൻ തിരക്കിട്ട് എവിടെങ്കിലും പോകുമ്പോ ആയിരിക്കും ഇവൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാക്കി എടുക്കുക. അതാണ് വേവിച്ചുണ്ടാക്കിയേ പരിപാടി. എന്തും ആകെ ഈ ഞാൻ അന്ന് ചോദിച്ച പറഞ്ഞില്ലേ ഈ 3 വർഷത്തിൽ ആകെ 3 വട്ടം ചെയ്തതിന് എന്നെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കണേ. പക്ഷെ അതെന്താ 3 വട്ടേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പോകേണ്ടിയുള്ളു. ഞാൻ അന്ന് പറഞ്ഞിടയ്ക്ക് ഇപ്പോഴും പറയാറില്ല. ഇനി എന്റെ പറഞ്ഞു എന്നോട് പാണ്ട് നിക്കൊന്നുമില്ലല്ലോ. അല്ല ഇനി പറഞ്ഞു 2 മിനിറ്റ് വൈകിയേനി. ഓ അത് ഞാൻ ഓൾറെഡി പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എനിക്ക് മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് തിങ് ഇനി ചെയ്യുന്നില്ലല്ലേ ഞാൻ പറഞ്ഞുതരാം. ടവല് ബെഡിലിടുക, ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ ഡോർ അടിക്കാണ്ടിരിക്കുക, സിമ്പിള് കാര്യങ്ങൾ, തുണി അയച്ച് വാങ്ങിച്ച് മേശമേല് അല്ല ബെഡിലിടുക. അതുപോലെ മറ്റേ ഇത് തിരുമ്പാനുള്ളതും ഇല്ലാത്തതും ഒരു വട്ടം ഇട്ടതും എല്ലാം തിരുമ്പുന്ന മറ്റേ ബാസ്ക്കറ്റിൽ ഇടുക. ബാസ്ക്കറ്റ് ഞാൻ തന്നെ വീണ്ടും വീണ്ടും ഇടും. ഞാൻ പിന്നെ വെറുതെ ലോണ്ടറി ബാസ്ക്കറ്റ് ഇട്ട് പിന്നെ എടുത്തിടുക. അതൊക്കെ കാണുമ്പോ ഞാനിപ്പോ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നിട്ട് ഏകദേശം 1 മാസമായിട്ടുള്ളൂ. അപ്പൊ എനിക്കതൊക്കെ പഠിച്ചു തരാൻ സമയം എടുക്കും. അതിന് നമ്മൾ പെട്ടെന്ന് മാറ്റൽ നടക്കുന്നില്ല. കാരണം നമ്മൾ 10-25 കൊല്ലം കൊണ്ട് നമ്മൾ പഠിച്ചെടുത്ത പരിപാടികളാണ് അതൊക്കെ. അങ്ങനെ പറഞ്ഞില്ലേ 3 വട്ടം ചെയ്തേന്. അപ്പൊ ഇതും എനിക്ക് പറയാ ഇല്ലേ, ഞാൻ അവകാശമല്ല എനിക്ക് ഇത് പറയാനുള്ള. അതാ ഞാൻ പറഞ്ഞത് മാറ്റിയെടുക്കാൻ സമയം എടുക്കുന്ന പറഞ്ഞു. ചടപടിയൊന്നും നടക്കൂല. അതായത് കവി ഉദ്ദേശം എന്താന്ന് വെച്ചാല് അതെ ഞങ്ങൾ ഇന്ന് കാണുകയാണെങ്കിലും ഇപ്പോഴും ഞമ്മളെ ചൂസ് ചെയ്യാന്ന്. അതെന്ത് ചോദിക്കാൻ എന്നോട് ചോദിച്ചിരിക്കും ഇങ്ങനെ ചൂസ് ചെയ്യും. ഞാൻ കൊണ്ടേ എന്താ പറയാ സങ്കല്പിക്കാൻ എനിക്ക് പറ്റില്ല. രണ്ടോട്ട് ആലോചിക്കണത്. അപ്പൊ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമ്മള് ഇന്ന് കണ്ടുമുട്ടുകയാണെങ്കിലും എന്നെപ്പോഴും ഇന്നെ തന്നെ പറഞ്ഞില്ലേ. അപ്പൊ ഞങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓപ്ഷൻസ് ഒന്ന് ക്യാമറയുടെ മുന്നിലിരിക്കും. ചുമ്മാറാട്ടോ എല്ലാം ചുമ്മാറിയത്. എന്താ ജീവനിലെ കൊതിണ്ട്. എന്നാ ശരിക്കും ഒന്ന് പറ. സീരിയസ് ആയിട്ട് തന്നാ പിന്നെ രണ്ട് യു ഹോപ്പ് ഒന്ന് ഇത് 2 ടൈപ്പ്. വാട്ട് ഈസ് ദ വൺ ക്വസ്റ്റ്യൻ യു ഹോപ്പ് ഐ ഡിഡ്ന്റ് ആസ്ക് ടുഡേ? അതായത് ഞാൻ ചോദിക്കരുത് വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താ? എന്നോട് ചോദിക്കരുത് ചോദിക്കാൻ വേണ്ടിട്ടാ. ഞാൻ ഇവള് ഈ സാധനം കൊണ്ട് വന്നപ്പോ തന്നെ എന്റെ മൈൻഡിക്കകത്ത് ഒരു പരിപാടിയേ പോയിക്കില്ല. എന്താണെങ്കിലും ചോദിച്ചോട്ടെ എന്നുള്ള മൈൻഡാ. കാരണം നമ്മളെടുത്ത എല്ലാത്തിനും ആൻസർ ഉണ്ട്. എനിക്ക് അത്ര പറയാനില്ല. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് തിങ്ക് ചെയ്തിട്ടില്ല. ഇനി എന്താ എന്റെ പറ. ഞാൻ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും തിരിച്ചു ചോദിക്കും ഞാൻ വിചാരിച്ചില്ല. ചോദിച്ചോ അതിൽ ഞങ്ങൾ വെട്ടിപ്പോയി 2 മാർക്ക് അല്ലേ? എനിക്കത്തെ ചോദിക്കാണ്ടേ ചോദിച്ചിട്ടോ. ഞാൻ ചോദിക്കത് അടുത്തതാ എടുത്തു വെച്ചിരിക്കുന്നത്. ഓൾറെഡി ഞാൻ നേരത്തെ 2 കുടുങ്ങി പോയി. ഇത് പിന്നെ ആരാണ് പക്ഷെ അത് ചാജിബി വെറുതെ ഇപ്പൊ കാണാത്തവര് ആദ്യമായിട്ട് കാണാൻ. അല്ല ഇതൊക്കെ എഴുതുന്നത് ഇങ്ങല്ലേ ചാജിബി തന്നേ. അല്ല ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓൾക്ക് അതുപോലെ തന്നെ
അത് ഇതാണ് ഞാൻ ഇന്നലെ ലവ് സ്റ്റോറി പറഞ്ഞപ്പോ പറഞ്ഞേക്കാന്ന് പോയി കാണാത്ത. അതെ 1.5 മണിക്കൂറുള്ള ഇപ്പൊ ടെലിഗ്രാം ഒക്കെ ബാൻ ആയതുകൊണ്ട് എല്ലാവർക്കും സിനിമ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയതില്ല. അതുകൊണ്ട് ഞങ്ങൾ 1.5 മണിക്കൂറിന്റെ സീരീസ് ഒക്കെ വെച്ചേക്കണ്. അത് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഇനി അടുത്തത് ഈ വീഡിയോ 100K അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത ഗെയിമായിട്ട് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ വരൂ, ഞങ്ങൾക്ക് ഒരു പണിയില്ലല്ലോ. ഇതൊക്കെ ഇന്റർവ്യൂക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണല്ലോ. അനാവശ്യമായി ആരാണ് പൈസ ചെലവാക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞത് എപ്പോഴും. അതായത് ഇക്ക് വേണ്ടി ഓന് വേണ്ടി ഞാനുമാണ് കൂടുതൽ ചിലവാക്കല്. അതൊന്നും അനാവശ്യമല്ലല്ലോ. അല്ല, അതാ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ചിലവാക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ അനാവശ്യ ചിലവാക്കല്ല. ഞങ്ങളിപ്പോ എത്ര പൈസയുടെ സാധനം വാങ്ങി കൊടുത്താലും അത് ഓന്റെ ആവശ്യമുള്ള ഞാൻ വാങ്ങി കൊടുക്കും, എന്റെ ആവശ്യമുള്ള ഓൻ വാങ്ങി തരുന്നതായിരിക്കും. അവിടെ കുടുംബത്തിൽ ആരും അനാവശ്യമായിട്ട് ചിലവാക്കാൻ പറഞ്ഞാൽ എന്റെ അനിയനും ഞങ്ങളവിടെ എന്റെ അനിയൻ പൈസ ചിലവാക്കണം. എന്തിനാ ഓനും കൂടി ശരിയാ. ഞങ്ങളവിടെ സെയിമാ, ഒരു രണ്ടാളും സെയിം അച്ഛാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ ബീൻ ജെലസ് ബിക്കോസ് ഓഫ് മീ? അതായത് എനിക്ക് ജെലസ് ഉണ്ടായിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നില്ല ഗൈസ്, എനിക്ക് അങ്ങനെ ജെലസ് ജെലസ് എന്ന് പറയുമ്പോല്ലേ ആ പൊസസീവ്നെസ് അല്ലേ ജെലസ്. അതായത് എന്നോട് എനിക്ക് ജെലസും എന്നോട് എനിക്ക് ജെലസ് തോന്നിക്കോ? എന്തിന്? ഇല്ല, തോന്നിക്കില്ല. എനിക്ക് തോന്നിക്ക് എന്തെന്നറിയോ, എനിക്ക് എന്തൊരു എന്താ പറയാ, എന്റെ അമ്മ വീട്ടിൽ നിന്ന് ചീത്തയൊക്കെ പറയും നല്ല. എന്റെ അമ്മ അടിച്ചു തച്ചു എന്തൊക്കെ ചീത്തയൊക്കെ പറഞ്ഞു ഞാൻ വളർത്തിയ. ഇവന്റെ ഉമ്മ വേനൊന്നും പറയൂല, വല്യമ്മ ഒന്നും പറയൂല, ഇവിടുത്തെ പറയൂല. എനിക്ക് അസൂയ ചില നേരം വന്ന് മോനെ മക്കളെ മോനെ എന്റെ അമ്മന്റെ പാത്തമാ പിഞ്ചോ അങ്ങനെ വിളിച്ച് കാണിച്ച് എന്നെ വളർത്തിയ. ഇവിടെ ഞങ്ങളോട് ഞാനും അമ്മയും ഫൈറ്റ്. ഇവിടെ ഇവനെ ഉമ്മയൊക്കെ വിളിക്കണ പറഞ്ഞാൽ കേൾക്കുമ്പോ അസൂയ. അപ്പൊ ഇപ്പൊക്കെ അത് കിട്ടി. ഒരു കാരണങ്ങൾ കണ്ടതാണ് കിട്ടുമ്പോ ഒന്നിന്റെ വാല്യൂ അറിയൂല. അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ ഹിഡൻ സംതിങ് ഫ്രം മീ? അതായത് നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിക്കണോന്ന്. എനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നേ ഞാൻ ചോക്ലേറ്റ് വാങ്ങി, ഞാൻ എൻ്റെ അടുത്ത് കാണാണ്ട് ഒളിപ്പിച്ച് വെച്ച് തിന്നാനിക്കണം. ഞാൻ ഇവിടെ വന്നാരേ ചുമ്മാ പറഞ്ഞാണ് നമ്മളെപ്പോഴും ഒരുമിച്ചിരിക്കുമ്പോ ഞാനിപ്പോ എങ്ങനെ ചോക്ലേറ്റ് ഒക്കെ മനുഷ്യന് കാണാണ്ട് പൊട്ടിച്ചു ചെയ്യൂ. പലഹാരം തീറ്റൊക്കെ ഉണ്ട്. ഞാൻ നോക്കുമ്പോണ്ട് വൈകുന്നേരം ഞാൻ തിന്നാൻ വിചാരിച്ച സാധനം ഓനെടുത്ത് തിന്നാളോ ആദ്യോ. ഞാൻ പോയി നോക്കുമ്പോ ലാസ്റ്റ് പീസാ എന്റെ മൈൻഡ് എന്താണ് ബാക്കിയൊക്കെ ബാക്കിയൊക്കെ തരം തിന്ന് തീർത്തിട്ടാവും. എന്നിട്ട് ഞാൻ എന്തോന്ന് ചെയ്ത് വേഗം പെട്ടിയെടുത്ത് വേഗം എടുക്കാൻ നോക്കുമ്പോണ്ട് അത് കാലിയാക്കി വെച്ചിരിക്കുന്നേ. ഞാൻ എന്താന്ന് കുറച്ചെണ്ണം വാങ്ങിക്കൊണ്ടുപോകുന്നില്ല. ഇങ്ങനത്തെ ഇതാ കാണണ്ടേ ജ്യൂസി ക്വസ്റ്റ്യൻ. ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ഇത് കുടുംബം കാണുന്നതാണ്. എനിക്ക് ജ്യൂസി പറഞ്ഞപ്പോ ഇത് അതാ ഞാൻ വിചാരിക്കും ഇത് ജ്യൂസി ഒന്നല്ലേ. ഐ വുഡ് ചേഞ്ച്. ഞാൻ ഇതൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുള്ള എന്റെ ആഗ്രഹം. സ്വഭാവത്തില് ഐ വുഡ് ആകുമ്പോ ഇനിയല്ലല്ലോ നിന്നെ കുറിച്ച് ചെയ്യൂലേ. ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പെർഫെക്റ്റ് അല്ലല്ല, നീ ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഇല്ലാണ്ട് നീ ഫുള്ള് എന്തേ ടോമി നേരത്തെ പറഞ്ഞ ചുമ്മാ ഇതെല്ലാം പറഞ്ഞിട്ട് ചുമ്മാ പറഞ്ഞാണ്. എന്നാ ശരിക്കും പറഞ്ഞ എന്താ ചേഞ്ച് ചെയ്യേണ്ടത്? ചേഞ്ച് ചെയ്യണ്ടോ? ഞാൻ ആലോചിക്കില്ല. എന്റെ സ്വഭാവം മാറ്റുന്നതിനെ പറ്റുമോ? എന്റെ ചില സ്വഭാവങ്ങള് വെറുതെ ഈ നൊടിഞ്ഞുകൊടുക്കുന്ന സ്വഭാവത്തിന് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഞാൻ ചെയ്യൂല. അതുകൂടി ചെയ്തില്ല പിന്നെ ചെയ്യല്. അതോടി മാറ്റി ഇനി ചേഞ്ച് ചെയ്യേണ്ടി ഞാൻ പറയട്ടെ. ഫോണിൽ കളി കുറച്ച് കുറയ്ക്കണം. ഫുഡ് എല്ലാം കഴിക്കണം.
ടാസ്ക് നോക്കാം. പറ എടുത്തു പറ. അതെ നല്ല മോനല്ലേ. പബ്ലിക്. അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഇദ്ദേഹം പബ്ലിക്കിന്റെ മുന്നിൽ ഏറ്റവും ചെയ്ത മഞ്ഞളേറ്റ് രസമല്ല ഇത്രയും ചെയ്തതാ അത് പ്രശ്നമില്ല പറയാം. എല്ലാം കൂടി ഒന്ന് ഓഫാക്കി തേവല്ലോ. ലൈറ്റ് ഓഫ് ആക്കി ചെയ്താൽ മതിയല്ലേ ആദ്യം. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഇദ്ദേഹം പബ്ലിക്കിന്ന് എന്നോട് ചെയ്ത ഏറ്റവും ലജ്ജാകരമായ മൊത്തത്തിലുള്ള അതെ ലജ്ജാകരമായ ലജ്ജാവകമായ പബ്ലിക്കിന്ന് അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറില്ല. അങ്ങനെയല്ല, എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് അയക്കും. ലജ്ജാവകം എന്ന് പറഞ്ഞാ എന്താ? നമ്മക്കതൊരു ഇത് തോന്നും, അവളെന്താ അങ്ങനെ പറഞ്ഞ എന്താ ചെയ്തെന്നുള്ളൊരു ഇത് വരുന്ന ഫീൽ വരുന്നു. എനിക്കുണ്ട്. നമ്മള് തെറ്റിയത് പബ്ലിക് നമ്മളെ തെറ്റിയത്. ബീച്ചിന്ന് എത്ര ബീച്ച് കോഴിക്കോട് എന്നെ തെറ്റി ഇവനെ കൂട്ടാണ്ട് അങ്ങോട്ട് നടന്നു പോയി. അങ്ങനെയൊന്നുമില്ല, ഒരു 2-3 മീറ്റർ ഗ്യാപ്പ് ഇട്ട് എന്നിട്ട് നടന്നു പോയി. പിന്നെ ഞാൻ അവിടെ തന്നെ നനങ്ങാണ്ട് എന്നിട്ട് തിരിച്ചു എന്തെങ്കിലും അന്നിന്റെ അക്കൗണ്ടിൽ ആകെ എത്ര ഒരു പൈസ ഉള്ളായിരുന്നു. ഞാൻ അതിനൊരു പപ്പായ വാങ്ങി തിന്ന് അവിടെ കുത്തിയിരുന്നു. എന്നിട്ട് ഒന്ന് തിരിച്ചന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞാൻ കരിയും പണ്ട് വേറെ ഒരുത്തന്നെ അന്ന് 12 മണി ആയിട്ടോ രാത്രി ഓന്റെ ബർത്ത്ഡേ ഓൻ ഗേളാൻ പോയി എന്തോന്നാ. ഓന്റെ ബർത്ത്ഡേക്ക് ബീച്ചിൽ നിന്ന് കേക്ക് കട്ട് ചെയ്ത് എന്റെ കേക്കും കൊണ്ട് വന്നത് വേക്കെന്ന് വിളിച്ച ഹലോ കേക്ക്. ഞാൻ ഞാൻ ഇവിടുന്ന് ഓടിക്കാണ് വേഗം പോണേന്ന് വിചാരിച്ചു നോക്കുമ്പോ പിന്നെ ഇതാ കേക്ക് ബർത്ത്ഡേ ആയിരുന്നു കേക്ക്. ഞാൻ ഇങ്ങനെ തിരിയാങ്ങ് ചീറി ഇങ്ങനെ അയ്യടക്കുമ്പോ തിരിയാണ്ട് വേണ്ട. ഞാൻ ചന്ദ്രനോട് ചെയ്തത് ക്രൂവല്ല, അവൻ റെഡ് ഫ്ലാഗ് ആണ്. റെഡ് ഫോറസ്റ്റ് റെഡ് ഫോറസ്റ്റ് ഇതെന്താക്കിക്കാനേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവർക്ക് വായിച്ചു കൊടുക്ക്. ഞാൻ മലയാളത്തേക്ക് ചെയ്തു കൊടുക്കാം. നമ്മളെ ഓഡിയൻസ് എന്നൊക്കെ പറയുന്നത് അങ്ങനല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാലും അതിലും വയസ്സായ ആൾക്കാരുണ്ടാവല്ലോ, എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് അത് മലയാളത്തേക്ക് പറയുന്നത് പറഞ്ഞ് വിചാരിക്കരുത്. അതായത് ഞങ്ങള് ബ്രേക്കപ്പ് ആകുന്നതിനെ കുറിച്ച് ഞാൻ തിങ്ക് ചെയ്തിരിക്കുന്നു. തെറ്റുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കും, അല്ലാണ്ട് അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അപ്പൊ തെറ്റുമ്പോ ആലോചിക്കാൻ മാത്രമേ ഉള്ളൂ, വേണ്ടോ ഇത്രക്കേ ഉള്ളൂ നമ്മളുമായിട്ടുള്ള ബന്ധമൊക്കെ. ഓരോ വട്ടം തെറ്റുമ്പോഴും ബ്ലോക്ക് ഇടുക, മക്കളെ മാതിരി ബ്രേക്കപ്പ് ആകാൻ ആലോചിക്കുക. ഞാൻ ആലോചിക്കോ ചോദിക്കണ്ടെങ്കിൽ ഞാൻ ഓരോ മാസവും പീരീഡ്സ് ആവാനോ എന്നപ്പോ എനിക്ക് ഇഷ്ടല്ല, അതെന്തൊക്കെ അറിയൂല. അപ്പൊ ഡിവോഴ്സ് ചെയ്യണം. പീരീഡ്സ് ആയി കഴിയുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായി ഞാൻ എന്താ പീരീഡ്സ് സ്റ്റോപ്പ് ചെയ്യാത്തതല്ലേ. ഹോർമോൺ ചേഞ്ചസ് ആണോ അതൊക്കെ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഞങ്ങളെ ലൈഫിൽ നടന്ന എന്തെങ്കിലും അതെ അത് വീണ് സംഭവിക്കണം എന്ന് ആഗ്രഹിച്ചാൽ ഏതാണെന്ന് അങ്ങനെ ചോദിച്ചാൽ ഞങ്ങളുടെ നിക്കാഹ്. ഞാനതാ മനസ്സിൽ വിചാരിച്ചേ. അന്ന് നല്ല രസമുണ്ടായില്ലേ. അതെ അതെ, കല്യാണം പോലെ സംഭവം പരിപാടി ചെറുതാണെങ്കിലും രസമുണ്ടായില്ലേ. കല്യാണം എന്താ രസമല്ലേനു? അങ്ങനല്ല, ഞാനാ പറഞ്ഞു നിക്കാഹ് ചെറുതായെങ്കിലും പരിപാടി ഞാൻ നിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അല്ലേ. അന്ന് ഞങ്ങളോട് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാത്തിരുന്ന ദിവസം. അങ്ങനല്ല, നമുക്ക് ഫസ്റ്റ് ചുമ്മാ എന്റെ തല
അന്ന് വിശാൽക്ക സ്വന്തം ഹാൻഡ് മെയ്ഡ് ബൊക്കെ ഒക്കെ ഉണ്ടാക്കി എനിക്ക് തന്ന് അതിലെനിക്ക് ഫോണൊക്കെ ഒളിപ്പിച്ച് വെച്ച് അതെ ഞാൻ ഈ കഴിഞ്ഞ മാസം വരെ യൂസ് ചെയ്തത് ആ ഫോണാണ്. എല്ലാ വീഡിയോസും പുതിയ വീഡിയോ എടുക്കാൻ വേണ്ടി പുതിയ ഫോൺ വാങ്ങി. അതെ, കല്യാണത്തിന് സമയത്ത്. അതിന്റെ മുന്നേ അതുവരെ ഞാൻ വീഡിയോസ് ചെയ്തതും എല്ലാം എന്റെ വിശാൽക്ക തന്ന ഫോണിലായിരുന്നു ഗൈസ്. വളർന്നു വന്നത് ഞാൻ. താങ്ക് യു. താങ്ക് യു പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കേ, ആരാണ് ഏറ്റവും കൂടുതൽ പൊസസീവ്നെസ്? ആർക്കാ? എനിക്ക് വേണം നിനക്കാണ്. എന്നെ കമ്പയർ ചെയ്യുമ്പോ നിനക്ക് തന്നെ. അല്ല, നിനക്കാ. ഒന്നും പറയണ്ട, ഞാൻ സമ്മതിച്ചില്ല. എന്നെ കമ്പയർ ചെയ്യുമ്പോ ഓക്കെ, ഞാൻ പൊസസീവ് ആയൊരു എനിക്ക് പൊസസീവ്നെസ് ഫീൽ ചെയ്ത് ഏതെങ്കിലും ഒരു ഇത് പറ. ഞാൻ പൊസസീവ് ആണെന്ന് എനിക്ക് തോന്നാനുള്ളൊരു ഇൻസ്റ്റയില് ഈ മോഡൽസിനെയൊക്കെ ഫോളോ ചെയ്യുമ്പോ അങ്ങനെയൊന്നും പറയല്ലേ. അതായത് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ആക്ടേഴ്സ് ഉണ്ടാവും, അവരെ ഫോളോ ചെയ്യും. മോഡൽസ് അത് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ചെയ്യാൻ. എന്ത് പറയാനാ, എന്ത് ഞാൻ സ്റ്റോറി നോക്കുമ്പോ ഫുള്ള് ഇങ്ങനത്തെ അങ്ങനെ പോലെ വേറെ വിചാരിക്കും. അതാണ് ഞാൻ നോക്കുമ്പോ അതല്ല ഞാൻ ചോദിച്ചത്. അവര് വേറെ അർത്ഥത്തിലെടുക്കും, മറ്റേക്ക് മോഡൽസ് ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല ഗൈസ്. കട്ട് ചെയ്യൂല ഞാൻ, കട്ട് ചെയ്യൂല ഞാൻ, എന്റെ സ്വഭാവം അല്ലേ അറിയട്ടെ. ഇതൊന്നും കുഴപ്പമില്ല. ഇനി അവിടെ നമുക്ക് എന്താ എന്താ പറഞ്ഞെന്താ അത് പറയാന്നേ. നമുക്ക് ഇഷ്ടമുള്ള ഫോളോ ചെയ്തിട്ട് എന്ത് പ്രശ്നം എന്താ? അതാ പറയാ നമ്മളെ കമ്പയർ ചെയ്യുമ്പോ. അല്ലു അർജുന്റെ ഫാൻ ആണല്ലോ. അല്ലു അർജുൻ ഒക്കെ ചെയ്യുന്നത് അറിയാം, എന്റെ വൈഫിനെ മാത്രമേ ഫോളോ ചെയ്യുന്നത്. വലിയ അല്ലു അർജുന്റെ ഡൈഹാർഡ് ഫാന്. ഞാൻ ഡൈഹാർഡ് ഫാൻ ഒന്നല്ല, എനിക്ക് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണ് വിചാരിച്ചിരും മാറ്റി പഠിപ്പിക്കണം. അവസരം കിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് ഒരു വഴക്കുണ്ടായാൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നിൽക്കുക? അങ്ങനല്ല, എനിക്ക് തോന്നുന്നു ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാന്ന് തോന്നുന്നു. ചിലപ്പോ എന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ ചെന്ന് നന്നാവാൻ ശ്രമിക്കും, അവളെ ഭാഗത്ത് നന്നാണെങ്കിൽ അവളെ നന്നാവാൻ ശ്രമിക്കും. അതാണ് എന്റെ ഒരു എന്റെ പോയിന്റ് ഓഫ് വ്യൂ. അതെ അതെ, അങ്ങനെ തന്നെ. നമ്മൾ രണ്ടാളും അതാണ് മിസ്റ്റേക്ക്, അവള് സോറി പറയും, എന്നിട്ട് നമുക്ക് നന്നാവെന്ന് പറയും. അപ്പോഴും പിന്നെ ഈഗോ സംഭവിക്കില്ല. പിന്നെ ഞങ്ങള് നല്ല ഈഗോ. യെസ്, അതാണ് ഞങ്ങളെ മെയിൻ പ്രശ്നം, നല്ല ഈഗോ ഉണ്ട്. നിങ്ങളാരും മറ്റേ സാധനം ആക്കരുത്. എന്ത് റെഡോ മോഡൽ ഒന്നും ആക്കരുത്. ഓ അത് ശരിയാ. നല്ല കാര്യങ്ങൾ റോൾ മോഡൽ ആക്കിക്കോട്ടെ. ഓ റോൾ മോഡൽ ആക്കാൻ പറ്റിയ സാധനങ്ങൾ. റേറ്റ് മൈ കുക്കിംഗ് ഫ്രം 1 to 10. 10 കുക്കിങ്ങിന് ഇവൾക്ക് എത്ര കൊടുക്കുന്നില്ലേ? അത് ഓരോ സാധനത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ നല്ല ഇതൊക്കെ ഉണ്ടാക്കല്ലോ, എന്താ പറയാ, പല എണ്ണക്കടികളാ, ആ 10 9 കൊടുക്കാം. അതൊരു മാർഗം തരാത്തേ. പക്ക പെർഫെക്റ്റ് അല്ല, കുറച്ച് നന്നാക്കിട്ടിരിക്കുന്നു നീ. ഞാൻ ഈ 10 10 നന്നെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത ഉണ്ടാക്കുമ്പോ അതേ രീതിയിലുണ്ടാക്കും. കുറച്ചുകൂടി നന്നാക്കാൻ ഞാൻ ഒന്ന് കുറച്ചുകൂടി എടുത്താൽ കുറച്ചുകൂടി ബൈ ചാൻസ് ഉണ്ടാക്കിയാല് എന്തുണ്ടാക്കിയാലും ഓൻ ആകെ ഒരു കഷ്ണമൊക്കെ തിന്നു. അപ്പൊ ഞാൻ എന്തിനുണ്ടാക്കുക? അങ്ങൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോ ഞാൻ പണ്ട് എനിക്ക് ഇങ്ങനെ എന്നും ഇവന് ഞാൻ എന്തെങ്കിലും പരീക്ഷണം നടക്കത്തുണ്ടോ യൂട്യൂബിലൊക്കെ നോക്കി ഞാൻ പാവൻ ചക്കാക്ക് എല്ലാ സാധനവും തിന്ന് നിർത്തരും. കേട് വന്നാലും ഞാൻ പറയുമ്പോ കാണണ്ട വേഗം തിന്ന് നിർത്തുന്നുണ്ട്. ചുട്ടതും കരിഞ്ഞതും കത്തിയതും ഒക്കെ ഓൻ തീർത്തരും. എന്റെ മനസ്സിൽ എന്റെ പുയ്യാപ്പിളെ എല്ലാം തിന്ന് വേഗം തീർക്കും. എല്ലാ സാധനങ്ങളും തന്നെ അങ്ങനെ. അപ്പൊ ഞാൻ അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് ഞാൻ ഒരു ദിവസം ഇവന് വരുമ്പോഴേക്കും ഞാൻ ഈവനിങ് എന്തൊക്കെ ഒരിക്കലും 4-5 സാധനം ഉണ്ടാക്കി. ഒരു മനുഷ്യരെങ്ങനെ ഞാൻ എല്ലാത്തിനും ഓരോ വെച്ച് ടേസ്റ്റ് ചെയ്ത് ഫുള്ള് ഞാൻ തിന്നണം. അല്ല, ഓനൊരു ഇച്ചിരി തിന്ന് എന്നോട് അങ്ങനെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ ഇല്ല. അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്ത അഭിപ്രായം കേൾക്കാൻ.
ഓ ഞാന് എടീ സൂപ്പർ എടീ ഉണ്ടാക്കിയത് അടിപൊളി, നീ ഇത്രയൊക്കെ വേണ്ടി ചെയ്ത് ഇതൊക്കെ നീ സ്വന്തം ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടി ഞാൻ എത്രോണം ഉണ്ടാക്കി വെച്ച് ഫസ്റ്റ് വന്നപ്പോ അന്നൊന്നും ചോദിച്ചില്ല. അപ്പൊ ഞാൻ പിന്നെ ഉണ്ടാക്കാൻ നോ പ്രോബ്ലം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് മീ? അതായത് ഫസ്റ്റ് ഇംപ്രഷൻ എന്റേതല്ലേ? ആ ശരിയാ. ഫസ്റ്റ് ഇംപ്രഷൻ ഏറ്റവും മോശം ഇംപ്രഷൻ ആയിരുന്നു. ഞങ്ങളെ ലവ് സ്റ്റോറി ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് പറഞ്ഞപ്പോ കോമഡി. ഞാനുണ്ടല്ലോ പണ്ട് ഞാനും എന്റെ ഫ്രണ്ടില്ലേ അതായത് എന്റെ ചേപ്പനും വേണ്ടി ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പം ഞങ്ങൾ എന്തായാലും കൂടുതൽ കൊറിയൻ ഇത് സീരീസ് ഒക്കെ കാണാൻ അതിലെല്ലാ കൊറിയൻ സീരീസിലും ഫൈറ്റ് ചെയ്തിട്ട് പിന്നെ ലവേഴ്സ് ആവുന്ന സ്റ്റോറി ആട്ടോ. എല്ലാത്തിനും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാണുമോ. അപ്പൊ നല്ല രസമുണ്ടല്ലോ. അത് തന്നെ മോശം സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ പിന്നെ സുഖല്ലേ. അങ്ങനെ ഞങ്ങളെ സ്റ്റോറി അതുപോലെ ആയി. അതിന് ഇംപ്രഷൻ എന്താന്ന് പറഞ്ഞില്ലല്ലോ. എന്നാലും ഇംപ്രഷൻ എന്തെങ്കിലും ഉണ്ടാവില്ല. ഫസ്റ്റ് കണ്ടപ്പോൾ ഇംപ്രഷൻ അല്ലേ ചോദിച്ചു. പിന്നെ ഇഷ്ടം തോന്നിയ എന്ത് ഇംപ്രസ്ഡ് ആയിട്ടാണ്? എന്താണ് സൗന്ദര്യം അല്ല അല്ലാണ്ട്. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഗൈസ്, വാട്ട് ഈസ് വൺ തിങ് യു നെവർ വാണ്ട് മീ ടു സ്റ്റോപ്പ് ഡൂയിങ്? ഞാൻ ചെയ്യുന്നത് എന്റെ എനിക്ക് തിരിയില്ല. എന്തൊക്കെ ഒരു അതെ അവള് ചെയ്യുന്നതിന് ഇവള് ഞാൻ ഒരിക്കലും നിർത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് റൊമാൻറ്റിക് ആയി പറയരുത്. എന്നെ സ്നേഹിച്ചോണ്ടിരിക്കുന്നത് മോണ്ട പറയല്ലേ? എന്നോട് ചോദിക്കണ്ടേ ഇനി എന്താ എനിക്ക് എന്താ ചോദിക്കണേ? അപ്പൊ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചോദിച്ച ചോദ്യം ഫസ്റ്റ് അത് ഫസ്റ്റ് ഐ ലവ് യു പറഞ്ഞതല്ല. ആരാണ് ആദ്യം പ്രണയത്തിൽ ഞാൻ കണ്ടൊക്കെ അറിയാൻ പാടില്ല ആരാണ് ഫസ്റ്റ് വീണെന്നുള്ള. കാരണം ഏറെക്കുറെ ഞങ്ങൾ വീണ് നാട്ടിന് തീരുമാനമായതിനു ശേഷമാണ് ഞങ്ങൾ നാട്ടുകൊണ്ട് സംസാരിക്കാൻ തന്നെ തുടങ്ങി. അപ്പൊ അതിന്റെ അടുത്ത് ഗ്യാപ്പിൽ ഞങ്ങൾ സംസാരിക്കാറൊന്നുമില്ലല്ലോ അല്ലേ. അപ്പൊ ആരാ വീണ് ഏത് സമയത്താ വീണ് ഓർമ്മ. ഞാൻ വീണ എനിക്കിട്ട കറക്റ്റ് ടൈപ്പ് ഓർമ്മയില്ല. ശരിയാ. നമ്മളിത് മാത്രം എങ്ങനെയാ? നമ്മളത് തോന്നല്ല എല്ലാവരും അങ്ങനെ അല്ല. എല്ലാവർക്കും ഓർമ്മയൊക്കെ ഉണ്ടാവും. ആദ്യം ആർക്കാ ഇഷ്ടം ഉണ്ടായത്, ആദ്യം ആരാ എപ്പം തൊട്ടാ തുടങ്ങിയത്, എങ്ങനെയാ സ്നേഹം തുടങ്ങിയെന്നൊക്കെ നമുക്ക് എങ്ങനെയാന്ന് അറിയൂല. എപ്പോഴാന്ന് ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ ഒരു 3-4 സ്റ്റോറി ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അതിങ്ങനെ കുറേ ഇതിൽ കാണിച്ചാണ് ഒരുപാട് ലവ് സ്റ്റോറികൾ ഉണ്ടാക്കുന്നത്. എനിക്ക് 3-4 എണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഒരാളുടെ എല്ലാം പറഞ്ഞേ മൊത്തത്തിൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അങ്ങനെ. അതായത് ഒന്നുകിൽ ആദ്യം പെണ്ണിന് അങ്ങോട്ട് തോന്നും, അല്ലെങ്കിൽ ആണിന് ഇങ്ങോട്ട് തോന്നും, അല്ലെങ്കിൽ രണ്ടാൾക്കും സെയിം ടൈം തോന്നും. ഇതന്നെ വേറെ വേറെ വേല് 3-4 നേരമൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ സ്റ്റോറി തന്നെ ആട്ടും ഇങ്ങോട്ടും കുഴച്ചതാക്കിയിട്ടാണ് പഠിച്ചോനും എടുത്ത വിരോധം ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ല കാര്യമായിട്ട് അതാണ് എല്ലാവർക്കും ഓരോ ലവ് സ്റ്റോറി കേൾക്കുമ്പോ വേറെ റിലേറ്റബിൾ ആയി തോന്നുന്നത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ ചോദിച്ചിട്ടില്ല. അട്രാക്റ്റീവോ? കണ്ടുപിടിച്ചില്ലേ? വെറുതെ കോഞ്ഞോടൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ഉരുളാണ്. എന്ത് ഞാൻ അട്രാക്ട് ചെയ്ത് എന്റെ ചിരി എനിക്ക് ഭയങ്കര ഞാൻ അതിലാണ് അട്രാക്ട് ആയത്. അപ്പൊ നിന്റെ എന്തേലും ഒന്ന് പറ. നിന്റെ എന്തേലും ഒന്ന് പറ. അവിടെ എഴുതി കാണിക്കൂ. എന്ത് ഇനിമ പറഞ്ഞേ? ചുമ്മാ ശരിക്കിന്റെ മനസ്സിൽ പറഞ്ഞാ പോരി. What is the biggest fight we ever had? എല്ലാം വലുതാണ്. ഞങ്ങൾ അത്യാവശ്യം എല്ലാം വലുതാ. ഞങ്ങൾ അത്യാവശ്യം നല്ല ടൈം ഉണ്ട് നന്നാലെന്ന് എനിക്ക് തോന്നല് അല്ലേ. 1-2 ദിവസമൊക്കെ എടുക്കലുണ്ട് ഞങ്ങൾ തമ്മിലുള്ള അടിപിടികൾ. എന്നാലും എനിക്ക് ഏറ്റവും വലിയ ഫൈറ്റ് തോന്നിയതാ എല്ലാം ഏറെക്കുറെ സെയിം ആയിട്ടാണ് ഉണ്ടാവല്. സോ അതുകൊണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
ഇനി നമ്മളെ ക്വസ്റ്റ്യൻ തീരാൻ പോവാണ് ഗായ്സ്. ഹൂ വിൻസ് മോസ്റ്റ് ആർഗ്യുമെന്റ്സ്? അതൊരു പ്രപഞ്ച സത്യമാണ്. അതെ, ഞാൻ ഒരിക്കലും നിന്ദിക്കുന്നില്ല. അത് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ഞാൻ ഒന്ന് തെറ്റൊന്നും പറഞ്ഞു. പക്ഷെ ഇവന് നല്ലോണം വാദിച്ചു നോക്കില്ല. അതങ്ങനല്ല. ഇനി ലാസ്റ്റിക്ക് ഞാൻ തോറ്റതല്ലേ ഇനി വിജയിക്കൊരു ഇതുണ്ടാവും. അതുകൊണ്ട് ഞാൻ തോറ്റിരുന്നത്. പിന്നെ എനിക്ക് പറയാൻ അറിയായിട്ടില്ല. What is the funniest thing I have? ഇതെന്താ ഇത്? Cried about. ഇതിലൊരു ഏറ്റവും ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കണേ. നീ ഇന്ത്യ ഏതെങ്കിലും ഒന്ന് പറയും. എന്നാലും എനിക്കൊരു ഇത് ചടപ്പ് തോന്നിയ വിഷമം തോന്നിയ പറഞ്ഞാൽ മതി. വിഷമം തോന്നിയതോ? തമാശ വണ്ടിമ പോകുമ്പോ ഓരോ ദിവസം ഇങ്ങനെ ആദ്യം ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ചൂടായി പറഞ്ഞു, പിന്നെ ഇങ്ങനെ വിളിക്കുമ്പോലെ പറഞ്ഞു. അതെനിക്ക് തമാശ. അത് പക്ഷെ എനിക്ക് തോന്നി ഞാൻ അഭിനയിക്കണം. ജയിക്കാൻ വേണ്ടിട്ട് ചീത്ത അറിഞ്ഞില്ല. അപ്പൊ എനിക്ക് നല്ല വിഷമായി, എനിക്ക് എന്തോലായി. ആ പയലിന് വിശാഖ് ജയിക്കാൻ വേണ്ടിട്ട് പറഞ്ഞ പോലെ ഒരു ദിവസം വണ്ടി പോലെ രാത്രി ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ പറഞ്ഞു. എന്നോട് പറഞ്ഞു ഞാൻ കരയുന്ന ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം കരയും. എനിക്ക് അത് ഫസ്റ്റ് ടൈം അല്ല, അത് ഫസ്റ്റ് ടൈം അല്ല. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വാട്ട് ഈസ് വൺ ഹാബിറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് സീക്രട്ട്ലി അനോയിങ് യു? ഈ ക്വസ്റ്റ്യൻ ഇനി വേറെ വേറെ രീതിയിൽ ഇട്ടിട്ട് ചോദിക്കുക. ഇതിപ്പോ ഇറക്കം ഞാൻ മറ്റേ തന്നെ വാട്ട് ഈസ് വൺ ഹാബിറ്റ്? എന്റെ ഹാബിറ്റ് എനിക്ക് അനോയ് ചെയ്യുന്ന എന്റെ ഹാബിറ്റ് എന്ത്? എന്റെ ഹാബിറ്റ് എന്താണ്? അനോയ് ചെയ്യുന്ന എന്റെ ഹാബിറ്റ് എന്താ? എന്റെ ഒരു ഹാബിറ്റ് അനോയ് ചെയ്യില്ല. അല്ല ഞാൻ ചോദിക്കാൻ ഫീൽ ചെയ്തെന്ന് തോന്നിയൊന്നും. അപ്പൊ എനിക്ക് എന്റെ ഭാഗത്ത് പ്രശ്നങ്ങളും ഇല്ല. പ്രശ്നങ്ങളില്ലെന്ന് മാത്രം ഞാൻ പറഞ്ഞില്ലേ. അത് മാത്രമേ എനിക്ക് എന്റെ ഭാഗത്ത് പ്രശ്നമായിട്ട് വന്നത്. വേണ്ടാണ്ട് കച്ചവടമാക്കുന്നതൊക്കെ അത് ഹാബിറ്റ് ആണോ? അല്ല. അപ്പൊ ഹാബിറ്റിൽ ഒന്നും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് കിട്ടുന്നില്ല പാലിച്ചിട്ട്. ഒരാളോട് പെട്ടെടുത്ത് ചോദിച്ചാല് ചില ഉണ്ടാവാത്തോണ്ട് എനിക്ക് കിട്ടാത്തത്. ഓക്കെ, ഇനി ഞങ്ങളുടെ അവസാന ക്വസ്റ്റ്യനിലേക്ക്. അത് ഞാൻ ഇവരോട് ഇതുവരെ പറയാത്തൊരു സത്യം. എന്താ? അങ്ങനെ ചോദിച്ചാൽ ഇതുവരെ പറയാത്തൊരു സത്യം. ഞാൻ അങ്ങനെയല്ല, എന്റെ ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ, അതായത് ഓരോടെ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടാവുമല്ലോ പറയാൻ പറ്റാത്ത, അങ്ങനത്തെ ഞാൻ പറഞ്ഞിട്ടില്ല. എടി അങ്ങനല്ലടി, ചെങ്ങായിമാർ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടാവുമല്ലോ. എന്നോട് പറയണ്ടല്ലോ. ഞാൻ ചോദിക്കുന്ന നമ്മുടെ എന്റെ റിലേറ്റഡ് എന്തെങ്കിലും പറയാത്ത സീക്രട്ട് ഉണ്ടോ? അതല്ല, ഞാൻ എന്തായാലും എന്നോട് പറയാത്ത പല സീക്രട്ട് എന്റെ അടുത്ത് ഉണ്ടോന്നല്ലേ. ഞാനോട് പറയാത്ത ഓലത്തെ സംബന്ധിച്ച് ഇങ്ങോട്ട് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതും ഫ്രണ്ട്സും ഇടയിലല്ലോ കുറെ സ്റ്റോറികൾ നമ്മളെ ഇടയിൽ. ഇപ്പൊ എന്താ നമ്മുടെ ഇടയിൽ അങ്ങനെ പറയാത്ത വലിയ സീക്രട്ട് ആയിട്ടൊന്നുമില്ല. പിന്നെന്തെങ്കിലും മുന്നേ ചെയ്തേല് സീക്രട്ട് ആയിട്ട് എന്നോട് പറയാനുള്ളത്
എനിക്കാണ് സിനിമക്ക് എങ്ങാൻ പോയപ്പോ നമ്മളോട് സിനിമക്ക് പോയില്ല എന്നോ അങ്ങനെ ഏത് സിനിമ ഏതോ ഒരു സിനിമ എന്നോട് അതതിനെ ഒറ്റക്ക് പോയി കണ്ട് എനിക്കാണ് KGF ആണെന്ന് തോന്നുന്നത്. ഞാൻ ഒറ്റക്ക് പോയി കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ഇനി സിനിമക്ക് പോയില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഓള് പോയില്ലല്ലോ. ഞാൻ കാത്തു കഴിഞ്ഞ് പോവാൻ വേണ്ടിട്ട് പക്ഷെ ഇനി കണ്ടത് എനിക്കറിയാം. അങ്ങനല്ല സംഭവിക്കുക തോന്നുന്നു. എനിക്ക് ഫസ്റ്റ് ഡേ പോയി കാണും. പക്ഷെ ഫസ്റ്റ് ഡേ വെക്ക് എന്തോ പരിപാടി ഉണ്ട്. ഇപ്പൊ അവളെ കൂട്ടാണ്ട് വെക്ക് എന്തായാലും ഒന്നും വരല് നടക്കൂല. അങ്ങനെ അവളെ കൂട്ടാണ്ട് പോയി. പിന്നെ പിറ്റേ ദിവസം എന്നോട് ചോദിച്ചു നീ പോയി ഇല്ല നമ്മ പോവാന്ന് പറഞ്ഞ് പിന്നെ എന്റെ കൂടെ വിള കൂടാൻ വരികയും ചെയ്യും. അതെങ്ങനെയാ? ഞാൻ രണ്ടുവട്ടം KGF ആണ്. ഒന്ന് ഒറ്റക്ക് ഒന്ന് എന്റെ കൂടെ. KGF 2 ലാസ്റ്റ് ഇറങ്ങി. അത് അവളോട് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. അവളെ കൂടെ ഒന്നുകൂടി പോയി കണ്ടേ. കൊറേ കള്ളം പറയുന്നുണ്ട് എന്നോട്. അതൊക്കെ പക്ഷെ എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ അറിയാത്ത പോലെ പൊട്ട കളിയില്ല എനിക്കൊരു ഇതാണ്ട് വെച്ചിട്ട്. അതായത് എന്തെങ്കിലും പറയല് സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ നല്ലതാണ്. ചെറിയ ചെറിയ ആയാതി ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമ്മളെ ജ്യൂസി ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ജ്യൂസി ക്വസ്റ്റ്യൻ ഒന്നല്ല എന്താക്കാണ് ChatGPT തന്നത് ജ്യൂസി ക്വസ്റ്റ്യൻസ് എന്താ ചോദിച്ചത്. സ്വന്തം കുറച്ച് ഉണ്ടാക്കിവിടെ എന്തെങ്കിലും എന്ത് നീ ചോദിക്കി സ്വന്തമായിട്ട് എന്റെ കൈ നിന്നിട്ട് ചോദിക്കി. ഇനി പറഞ്ഞോണം നമ്മളത് ഫാമിലി ഓഡിയൻസ് കാണുന്ന കൊണ്ട് ചോദിക്കാണ്ടല്ല. അപ്പൊ എല്ലാവരും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും. ഞങ്ങൾ പോയി കുറച്ച് അടി ഉണ്ടാക്കട്ടെ. കുറച്ച് വന്ന ആൻസേഴ്സിന് തിരിച്ചു ചോദിക്കാൻ. ബൈ ബൈ. അടുത്ത വീഡിയോ നാളെ ഒന്നും വന്നില്ലെങ്കിൽ മനസ്സിലാക്കിയോളെ.